മക്കളെ, നമ്മുടെ 8ാം ക്ലാസ്സിൽ ഏറ്റവും രസകരമായിട്ട് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റിയ ചാപ്റ്റർ ആണ് ഇക്വേഷൻസ് അഥവാ സമവാക്യങ്ങൾ എന്ന് പറയുന്നത്. ഭയങ്കര ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു ചാപ്റ്റർ എങ്ങനെയാണ് പഠിക്കുക, എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, അതാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നോക്കിയേ, ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ട ഈ ഒരു ടേബിളാണ്. ആ ടേബിൾ പഠിച്ചു കഴിഞ്ഞാലടാ, ഈ ടേബിൾ നിങ്ങളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിന്റെ പകുതി സെറ്റാണ്. ഓക്കെ, അപ്പൊ ഇതില്ലടാ ഒരുപാട് തിയറീസ് എന്ന് പറഞ്ഞിട്ട് ഒന്നും പഠിക്കാനില്ല. നമുക്ക് ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേട്ടോ പ്രാക്ടീസ് ചെയ്യാനുള്ളത്, അല്ലാതെ കാണാതെ പഠിക്കാനോ ഒന്നും ഇല്ല കേട്ടോ ഈ ഒരു ചാപ്റ്ററിൽ. അപ്പൊ നോക്കിയേ, 13 added to a number gives 65. ഒരു സംഖ്യയോട് 13 കൂട്ടിയപ്പോൾ 65 കിട്ടി എന്നാ പറയണ്ടത്. അപ്പൊ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ട കാര്യം, ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നതിന് മുന്നേ ആദ്യം ആലോചിക്കേണ്ട കാര്യം, എന്താണോ നമുക്ക് അറിയാത്തത്, എന്താണോ നമ്മളുടെ ക്വസ്റ്റ്യനിൽ കാണാൻ പറഞ്ഞിട്ടുള്ളത്, അവന് എന്താക്കി എടുക്കണം? എക്സ് ആക്കിയിട്ട് എടുക്കണം. എന്താണോ നമുക്ക് അറിയാത്തത്, അവൻ ആരാണ്? എക്സ് ആണ്. അപ്പൊ ആരാണ് നമ്മളുടെ വില്ലൻ? ഇവിടുത്തെ എക്സ് ആണ് കേട്ടോ വില്ലന്. അപ്പൊ എന്താണ്? 13 added to a number gives 65. ഏതോ ഒരു നമ്പറിനോട് 13 ആഡ് ചെയ്തപ്പോൾ 65 കിട്ടിയെന്നാ പറയുന്നത് അല്ലേ. അപ്പൊ എന്താണ്, നമുക്ക് അതിനെങ്ങനെ എഴുതാം? നമുക്ക് അറിയാത്തത് നമ്പർ അല്ലേ. അപ്പൊ ആ നമ്പർ എക്സ് ആക്കി എടുത്താല് എക്സിനോട് 13 ആഡ് ചെയ്തപ്പോ എന്ത് കിട്ടിയടാ? 65 കിട്ടി. 13 ആഡ് ചെയ്തപ്പം 65 കിട്ടി. അങ്ങനെയെങ്കിൽ നമുക്ക് എക്സ് കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ +13 ഇങ്ങോട്ട് കൊണ്ടുപോയാൽ മതി അല്ലേ. എക്സിന് മാത്രം അവിടെ വെച്ചിട്ട് +13 ഇങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. എങ്ങനെയാണ് ഈ +13 അങ്ങോട്ട് കൊണ്ടുപോവുക? ഈ പ്ലസിനെ നമ്മൾ ഈക്വൽ ടുവിന്റെ അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ മൈനസ് ആവും. അതായത് 65 - 13, അതായത് 55ഉം 52 ആയിരിക്കും ആൻസർ. ഓക്കെ, 52 ആയിരിക്കും ആൻസർ. അപ്പൊ ഇതേതാണ്? ഇതാണ്. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി അടുത്ത് നോക്ക്, 9 subtracted from a number gives 81. ഒരു സംഖ്യയിൽ നിന്ന് 9 കുറച്ചപ്പോൾ 81 കിട്ടി എന്നാ പറയുന്നത്. അപ്പൊ എന്താണ് ഇവിടെ അറിയാത്തത്? നമ്പർ അല്ലെങ്കിൽ സംഖ്യയാണ് അല്ലെ. അതിനെ എന്താക്കി എടുക്കണം? എക്സ് ആക്കി എടുക്കണം. എക്സിൽ നിന്ന് 9 കുറച്ചപ്പോൾ 81 കിട്ടി എന്നാ പറയുന്നത്. അപ്പൊ എക്സിൽ നിന്ന് 9 കുറച്ചപ്പോൾ 81 കിട്ടി. അപ്പൊ ഇനി എന്താണ്? എക്സിനെ മാത്രം മതിയില്ലേ അവിടെ. നമ്മളുടെ -9 അങ്ങോട്ട് കൊണ്ടുപോകണം, 81ന്റെ അടുത്തോട്ട് കൊണ്ടുപോകണം. എന്താ സംഭവിക്കുക? ഇവിടെ പ്ലസിനെ അങ്ങോട്ട് കൊണ്ടുപോയപ്പോ മൈനസ് ആയി. മൈനസിനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ എന്താണ് ഉണ്ടാവുക? പ്ലസ് ആണ് ഉണ്ടാവുക. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? 81 + 9 ആയിരിക്കും. അതായത് 90 ആയിരിക്കും. ഓക്കെ, നോക്ക്, ഇതെന്ന് പറയുന്നത് 90. സെറ്റ് അല്ലേ? ഇനി അടുത്ത് നോക്കിയേ, 5 times a number is 300. 5 times a number എന്താണ്? 300 ആണ് എന്നാ പറഞ്ഞത്. അപ്പൊ എന്താണ്? 5 times a number ആണ് നമുക്ക് അറിയാത്തത്. അപ്പൊ നമ്പറിന്റെ 5 times അല്ലെങ്കിൽ എന്താണ്? 5 മടങ്ങ്. 5 times 5 മടങ്ങ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ആ നമ്പറിനെ 5 കൊണ്ട് ഗുണിക്കുന്നതാണ്, മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. അതായത് ഒരു സംഖ്യയുടെ 5 മടങ്ങ് എന്ന് പറഞ്ഞാൽ 5 × ആ സംഖ്യയാണ്. 10ന്റെ 5 മടങ്ങ് എന്ന് പറഞ്ഞാൽ 10 × 5 ആണ്. 10ന്റെ 4 മടങ്ങ് എന്ന് പറഞ്ഞാൽ 10 × 4 ആണ്. അതുപോലെ എക്സിന്റെ 5 മടങ്ങ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 5x ആയിരിക്കും. 5x എത്രയാന്നാ പറഞ്ഞത്? 300 ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ എക്സ് എന്തായിരിക്കടാ? എക്സ് എന്ന് പറഞ്ഞാൽ 5 × x എന്നല്ലേ. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള ഇൻറ്റു ആണ്. ബീജഗണിത രൂപത്തിൽ നമ്മളുടെ ഓൾജിബ്രയിൽ ഒരിക്കലും ആ ഇൻറ്റു എഴുതൂല കേട്ടോ. 5 × x 5x എന്നേ മാത്രമേ എഴുതുള്ളൂ. ഇൻറ്റുവിനെ നമ്മൾ ഒഴിവാക്കി വിടും. അപ്പൊ ഇവിടെ എന്താണ്? ശരിക്കും ഒരു ഇൻറ്റു ഉണ്ട്. അപ്പൊ ഈ മൾട്ടിപ്ലിക്കേഷൻ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവുക? ഡിവിഷൻ ആവും. അതായത് 300/5 ആവും. അതായത് 60 ആയിരിക്കും ആൻസർ. 60 ഇവിടെ അല്ലേ? യെസ്. ആരാണ്? ഇവനാണ് ആൻസർ. ഓക്കെ, ദെൻ അടുത്ത നമുക്ക് ആൻസർ അല്ലാതെ തന്നെ പറയാം. എന്നാലും നോക്ക്, 1/4 of a number is 100. ഒരു സംഖ്യയുടെ 1/4 ഭാഗം 100 ആണ് എന്നാ പറഞ്ഞത്. ഒരു സംഖ്യയുടെ 1/4 ഭാഗം എന്ന് പറഞ്ഞാൽ എന്താ? എക്സിന്റെ 1/4 ഭാഗം എന്ന് പറഞ്ഞാൽ എക്സ് × 1/4 എന്നാണ് കേട്ടോ. എക്സിന്റെ 1/4 ഭാഗം എന്ന് പറഞ്ഞാൽ എക്സ് × 1/4. 1/4 of a number എന്ന് പറഞ്ഞാൽ നമ്പർ × 1/4 ആണ് കേട്ടോ. ദെൻ ദാറ്റ് ഇസ് ഈക്വൽ ടു എന്താന്നാ പറഞ്ഞത്? 100 ആണ് എന്നാ പറഞ്ഞത്. ദെൻ നോക്ക്, എക്സ് × 1 x/4 എന്ന് പറഞ്ഞാൽ 100 ആണ്. അങ്ങനെയെങ്കിൽ എക്സ് കാണാൻ എന്താടാ ചെയ്യേണ്ടത്? ഡിവൈഡഡ് ബൈ അങ്ങോട്ട് പോകുമ്പോൾ എന്താവും?
ഡിവിഷൻ അങ്ങോട്ട് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. അതായത് എക്സ് ഈസ് ഈക്വൽ ടു 100 × 4 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 400 ആയിരിക്കും. ഓക്കെ, ദെൻ എന്താണ്? ഇവനാണ് ആൻസർ. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾ എന്താ പഠിച്ചത്? നമ്മളുടെ പ്ലസ് ഈക്വൽ ടു അപ്പുറത്തെ സൈഡിലോട്ട് പോകുമ്പോൾ മൈനസ് ആവും. മൈനസ് എന്താവൂടാ? പ്ലസ് ആവും. മൾട്ടിപ്ലിക്കേഷൻ എന്താവും? ഡിവിഷൻ ആവും. ഡിവിഷൻ എന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആവും. ഓക്കെ, ഇത്ര മാത്രമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ വളരെ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ പഠിച്ചില്ലേ? ഇനി ബാക്കി നോക്കിയാലോ? നോക്ക്, when a number is tripled and then 2 added, it became 50. What is the number? ഒരു സംഖ്യയുടെ 3 മടങ്ങിനോട് 2 കൂട്ടിയപ്പോൾ 50 ആയി. സംഖ്യ ഏത്? ഒരു സംഖ്യയുടെ 3 മടങ്ങിനോട് 5 കൂട്ടി എന്നാണ് പറഞ്ഞത്. അപ്പൊ സംഖ്യ അല്ലെങ്കിൽ നമ്പർ നമ്മൾ ആദ്യം എന്തായിട്ട് എടുക്കുക? നമ്പർ ഈക്വൽ ടു എക്സ് ആയിട്ട് എടുക്കുക. എക്സിന്റെ 3 മടങ്ങ് അല്ലെങ്കിൽ ട്രിപ്പിൾഡ് എന്ന് പറഞ്ഞാൽ എന്താടാ? ട്രിപ്പിൾഡ് അല്ലെങ്കിൽ 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ എന്താടാ? 3x എന്നാണ്. ഓക്കെ, 3 മടങ്ങ് അല്ലെങ്കിൽ ട്രിപ്പിൾഡ് എന്ന് പറയുമ്പോ എന്താണ്? 3x ആണ്. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. അതിനോട് 2 ആഡ് ചെയ്തു എന്നാ പറയുന്നത്. അതിനോട് 2 ആഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ 3xനോട് 2 ആഡ് ചെയ്തപ്പോ എത്ര കിട്ടിയടാ? 50 കിട്ടിയെന്നാണ് പറയുന്നത്. എന്നിട്ട് നമ്മളോട് എന്താ പറഞ്ഞത്? നമ്പർ ഏതാന്നാണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ ഇവിടെ ആരാ കാണണ്ടേ? ഇവനെയാണ്. ഈ എക്സിനെ അങ്ങ് കണ്ടാ മതി. അതിനെന്താ മക്കള് ചെയ്യാ? നോക്ക്, ഈ 3 എന്ന് പറഞ്ഞാൽ എക്സിനോട് ഒട്ടിയാണ് അല്ലേ നിൽക്കുന്നത്. അവനെ അവിടെ വെച്ചേക്കുക. എന്നിട്ട് എന്ത് ചെയ്യാ? കുറച്ചങ്ങ് വിട്ട് നിൽക്കുന്ന ഈ 2നല്ലേ, അവൻ ആദ്യം പിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാ? ഈ 3x is equal to 50. എന്നിട്ട് ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. 15ന്റെ അടുത്തേക്ക് കൊണ്ടുപോവാ. +2നെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ എന്താ സംഭവിക്കുക? സ്വഭാവം മാറും അല്ലെ. പ്ലസ് എന്താവും? മൈനസ് ആവും. 550 - 2 അതായത് 48 ആയിരിക്കും. ദെൻ എക്സ് എന്തായിരിക്കുംടാ? എക്സ് എന്തായിരിക്കും? 48. മിസ് പറഞ്ഞിട്ടുണ്ട് 3x എന്ന് പറഞ്ഞാൽ 3 × x ആണ് അല്ലെ. ഈ മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ എന്താവാ? ഡിവിഷൻ ആവും. 48/3 അതായത് 16 ആയിരിക്കും ആൻസർ. സിമ്പിൾ അല്ലേ കാര്യം? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 26 meters and one of its side is 5 meter. How many meters is the other side? ഒരു ചതുരത്തിന്റെ ചുറ്റളവ് 26 മീറ്ററും ഒരു വശം 5 മീറ്ററുമാണ്. മറ്റേ വശം എത്ര മീറ്റർ ആണ് എന്നാ പറഞ്ഞത്. അപ്പൊ എത്ര പറഞ്ഞത്? ചുറ്റളവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താടാ? പെരിമീറ്റർ എന്ന് പറയുന്നത് 26 ആണ് എന്നാ പറഞ്ഞത്. നമുക്കറിയാം ഈ ചതുരത്തിന്റെ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ എങ്ങനെയാടാ കാണുക? നമുക്കറിയില്ലേ, 2 × നീളം പ്ലസ് വീതിയാണ് അല്ലെ. അല്ലെങ്കിൽ 2 × ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ് എന്ത്? നമ്മളുടെ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ. അതെന്താണ്? 26ന് ഈക്വൽ ആണ്. ദെൻ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്തായിരിക്കും? ഈ 2നെ ആദ്യം അങ്ങോട്ട് കൊണ്ടുപോവാ. ഇത് × 2 അല്ലേ. × 2നെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 26/2 അതായത് 13 ആയിരിക്കും. ഓക്കെ, ലെങ്ത്തും ബ്രെഡ്ത്തും കൂട്ടിയാൽ 13 കിട്ടും എന്നാ പറഞ്ഞത്. നീളവും വീതിയും കൂട്ടിയാൽ 13 കിട്ടും. പക്ഷെ ഇവിടെ ഒരു കാര്യം തന്നില്ലേ? ഒരു വശം 5 സെന്റിമീറ്റർ ആണ് നമുക്ക് തന്നിട്ടില്ലേ. അപ്പൊ നോക്ക്, ലെങ്ത്തോ ബ്രെഡ്ത്തോ ആരോ ഒരാൾ എന്താടാ? 5 ആണ്. അപ്പൊ ബ്രെഡ്ത്തിന് 5 എന്ന് എടുക്കുകയാണെങ്കിൽ ലെങ്ത് + 5 = 13 എന്ന് കിട്ടും. അങ്ങനെയെങ്കിൽ ലെങ്ത് എത്രയായിരിക്കടാ? ഈ +5നെ അങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. അതായത് 13 - 5 അതായത് 8 മീറ്റർ ആണ്. ഓക്കെ, 8 മീറ്റർ ആണ് നമ്മളുടെ നമ്മളുടെ ലെങ്ത് എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ കാര്യം? സിമ്പിൾ അല്ലേ? then അടുത്ത ഓക്കെ, the price of a chair and a table together is 4500 rupees. The price of the table is 1000 rupees more than that of chair. What is the price of each? ഒരു കസേരയ്ക്കും മേശയ്ക്കും കൂടി 4500 രൂപയാണ് വില. മേശയ്ക്ക് കസേരയേക്കാൾ 1000 രൂപ കൂടുതലാണ്. ഓരോന്നിന്റെയും വില എന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്താ ആദ്യം പറഞ്ഞത്? the price of a chair and table together is 4500. അപ്പൊ എന്താണ്? ചെയറിന് സി എന്നും കൊടുക്കാണ്, ടേബിളിന് ടി എന്നും കൊടുക്കാണ് കേട്ടോ. ചെയറും ടേബിളും കൂടി കൂട്ടിയപ്പോ എത്രയാണെന്നാ പറഞ്ഞത്? 4500 ആണ്. നോക്ക്, കസേരയും മേശയും കൂടി കൂട്ടിയാൽ 4500 കിട്ടൂല്ലേ. Then the price of a table is 1000 rupees more than the price of the chair. Then price of table എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞത്?
1000 rupees more than the price of the chair. ചെയറിനേക്കാളും കസേരയേക്കാൾ 1000 രൂപ കൂടുതലാണ്. അതായത് കസേരയുടെ വിലയോട് 1000 കൂട്ടിയാൽ എന്ത് കിട്ടും? ടേബിളിന്റെ വില കിട്ടും അല്ലെ? ടേബിളിന്റെ വില കിട്ടും. അപ്പൊ ഇത്രയും കാര്യമാണടാ നമുക്ക് ഇതിൽ തന്നിട്ടുള്ളത്. അപ്പൊ ശരിക്കും ഇവിടെ ആരെയാണ് എക്സ് എന്ന് കൊടുക്കേണ്ടത്? ഇവിടെ ആരെയാടാ എക്സ് എന്ന് കൊടുക്കേണ്ടത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ നോക്ക്, ഇവിടെ നോക്ക്, ചെയർ പ്ലസ് ടേബിൾ എന്ന് പറയുന്നത് എന്താടാ? 4500 ആണ്. പക്ഷെ ടേബിൾ കാണാൻ എന്തറിഞ്ഞാൽ മതി? ചെയറിന്റെ വില അറിഞ്ഞാൽ പോരെ? ചെയറിന്റെ വില എത്രയാണോ അതിനോട് 1000 കൂട്ടിയാൽ ടേബിളിന്റെ വില അറിയാൻ പറ്റൂ അല്ലെ? അപ്പൊ ചെയറിന്റെ വില ശരിക്കും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടേബിളിന്റെ വിലയും കിട്ടും. അതിനോട് 1000 കൂട്ടിയാൽ മതിയല്ലോ. അപ്പൊ ഇവിടെ ആരെ കണ്ടുപിടിച്ചാൽ മതി? ചെയറിന്റെ വില കണ്ടുപിടിച്ചാൽ മതി. അതായത് ചെയറിന്റെ വില അല്ലെങ്കിൽ കസേരയുടെ വിലയാണ് നമ്മൾ എന്താക്കി എടുക്കേണ്ടത്? എക്സ് ആയിട്ട് എടുക്കേണ്ടത്. അപ്പൊ ഇത് എക്സ് ആക്കിയിട്ട് എടുത്തു നോക്ക്. ഇത് എക്സ് ആണെങ്കിൽ, ചെയറിന്റെ വില എക്സ് ആണെങ്കിൽ ടേബിളിന്റെ വില എന്തായിരിക്കടാ? ടേബിള് അല്ലെങ്കിൽ മേശയുടെ വില എന്തായിരിക്കും? നമുക്കറിയാം മേശയുടെ വില എന്ന് പറയുന്നത് കസേരയുടെ വിലയോട് 1000 കൂട്ടിയതാണ് അല്ലെ? ചെയറിന്റെ വിലയോട് 1000 കൂട്ടിയാൽ എന്ത് കിട്ടും? നമ്മളുടെ മേശയുടെ വില കിട്ടും, ടേബിളിന്റെ വില കിട്ടും. അതായത് എക്സിനോട് 1000 കൂട്ടിയാൽ മതി. ഓക്കെ, അപ്പൊ എക്സ് ആണ് ചെയറിന്റെ വില, ടേബിളിന്റെ വില എക്സ് പ്ലസ് 1000 ആണ്. ഓക്കെ, then നോക്കിയേ, നമുക്കറിയാം ഈ ചെയറിന്റെയും ടേബിളിന്റെയും കൂടി വില കൂട്ടിയാൽ 4500 കിട്ടും. അതായത് എക്സ് പ്ലസ് 1000 എന്ന് പറയുന്നത് എന്താടാ? 4500 ആണ്. അങ്ങനെയെങ്കിൽ എക്സ് പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചക്ക പ്ലസ് വേറൊരു ചക്ക എത്രയാണ്? 2 ചക്ക ആണ് അല്ലെ? അതേപോലെ എക്സ് പ്ലസ് വേറൊരു എക്സ് എന്തായിരിക്കും? 2x ആണ്. 2x പ്ലസ് 1000 എന്ന് പറഞ്ഞാൽ എന്താടാ? 4500 ആയിരിക്കും അല്ലെ? അങ്ങനെയെങ്കിൽ 2x എന്തായിരിക്കും? 1000 അങ്ങോട്ട് കൊണ്ടുപോകാം. 4500 മൈനസ് 1000, അതായത് 3500 ആയിരിക്കും. അങ്ങനെയെങ്കിൽ എക്സ് എന്താടാ ഉണ്ടാവുക? 2 അല്ലേ? 2 മൾട്ടിപ്ലിക്കേഷൻ അല്ലേ ഇവിടെ നടക്കുന്നത്? അവിടെ ഡിവിഷൻ ആവില്ലേ? എങ്ങോട്ട് വരുമ്പം 3500/2, അതായത് 1750 ആയിരിക്കും നമ്മളുടെ ആൻസർ. ഓക്കെ, അപ്പൊ എന്താണ്? 1750 ആയിരിക്കും. അപ്പൊ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ കേട്ടോ. അപ്പൊ ഇത്രയും ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്ത് നോക്കണ്ടേ? നിങ്ങൾക്ക് ഓൺ എക്സാം കളറാക്കണ്ടേ? ഫുൾ മാർക്ക് വാങ്ങണ്ടേടാ. ഫുൾ മാർക്ക് വാങ്ങണമെങ്കിൽ ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ലൈവിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ അറിയണമെങ്കിൽ നമ്മളുടെ കമന്റ് ബോക്സിന്റെ മുകളിൽ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, then അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. A 100 rupee note was changed to 10 and 20 rupee note. 7 notes in all. How many of each? 100 രൂപ ചില്ലറയാക്കിയപ്പോൾ 20ന്റെയും 10ന്റെയും നോട്ടുകളാണ് കിട്ടിയത്. ആകെ 7 നോട്ടുകൾ. ഓരോന്നും എത്ര വീതം? അപ്പൊ എന്താന്ന് വെച്ചാല് ഇത് നമ്മളൊരു ടേബിൾ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഒരു ടേബിൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നോക്ക്, ആദ്യം ഏതൊക്കെ നോട്ടാണ് എന്നാണ് നമ്മൾ എഴുതുന്നത്. ഏതൊക്കെയുണ്ട്? 20ന്റെയും ഉണ്ട്, 10ന്റെയും നോട്ടുകൾ ഉണ്ട് അല്ലെ? അപ്പൊ 20 ഉണ്ട്, 10 ഉണ്ട്. ദെൻ എത്ര എണ്ണാണുള്ളത്? എത്ര നമ്പർ ഓഫ് നോട്ട്സ് ആണുള്ളത്? രണ്ടും കൂടെ 7 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? രണ്ടും കൂടെ 7 നോട്ടുകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മിസ് എന്ത് ചെയ്തു? 20ന്റെ നോട്ടുകളുടെ എണ്ണം എക്സ് ആക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ 10ന്റെ നോട്ടുകളുടെ എണ്ണം എത്ര ഉണ്ടാവൂടാ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 10ന്റെയും 20ന്റെയും 7 നോട്ടുകൾ ഉണ്ട്. അപ്പൊ നോക്ക്, 10ന്റെ നോട്ടുകൾ 3 എണ്ണാണ് ഉള്ളതെങ്കിൽ 20ന്റെ നോട്ടുകൾ എത്ര എണ്ണായിരിക്കടാ? 4 എണ്ണല്ലേ? ആ 4 എങ്ങനെയാ കിട്ടിയത്? 7ന്ന് 3 കുറച്ചപ്പോ അല്ലേ? അതുപോലെ തന്നെ 20ന്റെ നോട്ട് എക്സ് ആണെങ്കിൽ 10ന്റെ നോട്ട് എന്തായിരിക്കും? 7 മൈനസ് എക്സ് ആയിരിക്കും. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇനി നോക്ക്, ഇനി എമൗണ്ട്, തുകയാണ് ഇനി എഴുതാൻ പോകുന്നത്. അതായത് 20ന്റെ 10 നോട്ടുകൾ ഉണ്ടെങ്കിൽ ആകെ എത്ര രൂപയുണ്ടാവും? 20 × 10 200 രൂപ ഉണ്ടാവും അല്ലെ? 10ന്റെ 5 നോട്ടുകൾ ഉണ്ടെങ്കിൽ 10 × 5 50 രൂപയുണ്ടാവും അല്ലെ? അതുപോലെ 20ന്റെ എക്സ് നോട്ടുകൾ ഉണ്ടെങ്കിൽ ആകെ എത്ര ഉണ്ടാവും? 20x ഉണ്ടാവും. 10ന്റെ 7 മൈനസ് എക്സ് നോട്ടുകൾ ഉണ്ടെങ്കിൽ ആകെ എത്ര ഉണ്ടാവൂടാ? 10 × 7 മൈനസ് എക്സ് ഉണ്ടാവും. ദെൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എല്ലാം കൂടി 100 രൂപയാണ്. ഇവരെല്ലാം കൂടി കൂട്ടിയാൽ എത്രയാണ്? 100 രൂപയാണ് അല്ലെ കിട്ടുക? അതായത് 20x പ്ലസ് 10 × 7 മൈനസ് എക്സ്. 10 × 7 മൈനസ് എക്സ് എത്ര ആയിരിക്കടാ? ഇവിടെ എക്സ് ആണ് അല്ലെ? എക്സ് എന്തായിരിക്കും? 100 ആയിരിക്കും അല്ലെ? ഇനി എന്താ ചെയ്യേണ്ടത്? നോക്ക്, 20x
പ്ലസ് ഈ ബ്രാക്കറ്റിനെ ആദ്യം ഒഴിവാക്കുക, ഇതിനെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി കേട്ടോ. 10 × 7 70, 10 × x 10x, നടുവിലുള്ള ഏതാണ് സൈന് മൈനസ് ആയതുകൊണ്ട് -10x = 100. ഓക്കെ, ഇനി 20x ഉണ്ട് 10x ഉണ്ട്. 20x 10x പോയാൽ എത്രയാടാ? 20 ചക്കയിൽ നിന്ന് 10 ചക്ക പോയാൽ എത്രയാണ്? 10 ചക്ക ബാക്കി ഉണ്ടാവും അല്ലേ? അതായത് 10x + 70 = 100 ആയിരിക്കും. അതായത് എത്ര ആയിരിക്കും? 10x എന്ന് പറയുന്നത് 100 - 70 ആണ്. അതായത് എത്രയാണ്? 30 ആയിരിക്കും. അതായത് x എന്തായിരിക്കടാ? x = 30/10 അല്ലെ? 3 ആയിരിക്കും x. അതായത് എന്താണ്? നമ്മളുടെ 20ന്റെ നോട്ടുകൾ എത്ര എണ്ണം ഉണ്ടടാ? 3 എണ്ണം ഉണ്ട്. അങ്ങനെയെങ്കിൽ 10ന്റെ നോട്ടുകൾ എത്രയാണ്? 7 - 3 4 നോട്ടുകളായിരിക്കും ഉണ്ടാവുക. ഓക്കെ, സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? ഇത് നോക്കിയേ, നമുക്ക് ഇനി പഠിക്കാനുള്ളത് നോക്ക്, എക്സ് ഒരു നമ്പർ ആണെങ്കിൽ അതിന്റെ അടുത്ത നമ്പർ എന്താടാ? നോക്ക്, 2 ഒരു നമ്പർ ആണെങ്കിൽ അടുത്ത നമ്പർ ഏതാണ്? 3 ആണ് അല്ലെ? അതിനോട് 1 കൂട്ടിയതാണ്. അപ്പൊ എക്സ് കഴിഞ്ഞിട്ടുള്ള അടുത്ത നമ്പർ എന്ന് പറയുന്നത് x + 1 ആയിരിക്കില്ലേ? എക്സിനോട് 1 കൂട്ടിയതാണ് അല്ലെ? കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്നാണ് ഇതിന് പറയാ. ഇനി അടുത്ത നോക്ക്, 3 ഒരു ഓഡ് നമ്പർ അല്ലേ? 3 കഴിഞ്ഞിട്ടുള്ള അടുത്ത ഓഡ് നമ്പർ അല്ലെങ്കിൽ ഒറ്റ സംഖ്യ ഏതാടാ? 5 അല്ലേ? അതായത് 3നോട് 2 കൂട്ടിയതാണ് അല്ലെ? അപ്പൊ എക്സ് ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ അടുത്ത ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ അതിനോട് 2 കൂട്ടിയതാണ്. x + 2 ആയിരിക്കും അല്ലെ? ഇനിയിപ്പോ 2 ഒരു ഈവൻ നമ്പർ അല്ലേ? ഇരട്ട സംഖ്യ അല്ലേ? അടുത്ത ഈവൻ നമ്പർ എത്രയാണ്? 4 ആണ് അല്ലെ? 2നോട് 2 കൂട്ടിയതാണ്. ഇനി അടുത്തത് പറഞ്ഞാൽ 6 ആണ്, അതിനോട് 2 കൂട്ടിയത്. അപ്പൊ എക്സ് ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ അതിന്റെ അടുത്ത ഈവൻ നമ്പർ എന്തായിരിക്കും? x + 2 ആയിരിക്കും. അപ്പൊ ഈ ഒരു കാര്യം മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് 2 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ നോക്ക്, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക. The sum of 3 consecutive even numbers is 50. What are the numbers? അടുത്തടുത്ത 3 ഇരട്ട സംഖ്യകളുടെ തുക 15 ആണ്. സംഖ്യകൾ ഏതൊക്കെയാണ്? അപ്പൊ നോക്ക്, മിസ് ആദ്യത്തെ ഇരട്ട സംഖ്യനെ x എടുത്തു. അടുത്ത ഇരട്ട സംഖ്യ എന്തായിരിക്കും? എക്സിനോട് 2 കൂട്ടിയത് അല്ലെ? x + 2 ആയിരിക്കും. ദെൻ അടുത്തടുത്ത 3 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ആണ് പറഞ്ഞത്. അപ്പൊ x + 2. ദെൻ അടുത്ത ആരാ വരിക? നോക്ക്, 2 4 6 ആണെങ്കിൽ 2നോട് 2 കൂട്ടിയാൽ 4 കിട്ടും, 4നോട് 2 കൂട്ടിയാൽ 6 കിട്ടും അല്ലെ? അപ്പൊ നോക്ക്, x + 2നോട് പിന്നെ 2 കൂട്ടുന്നത്, അതായത് x + 4. അപ്പൊ നോക്ക്, ഇതായിരിക്കും നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതിന്റെ സം എത്രയാന്നാ പറഞ്ഞത്? 15 ആണെന്ന്. അതായത് x + 2 + x + 4 എന്ന് പറഞ്ഞാൽ എന്താടാ? 15 ആണ് അല്ലെ? അങ്ങനെയെങ്കിൽ x എത്രയാന്ന് കണ്ടാൽ നമുക്ക് ആ നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റൂലേ? നമുക്ക് x + x + x, ചക്ക + ചക്ക എന്തായിരിക്കും? 3 ചക്ക അല്ലെ? 3x + 4 + 2 എന്ന് പറഞ്ഞാൽ 6 = 15 ആണ് അല്ലെ? അതായത് 3x എന്തായിരിക്കടാ? 15 - 6 9 ആയിരിക്കും. x എന്ന് പറഞ്ഞാൽ എത്രയാടാ? 3 ആണ്. ഓക്കെ, 3 ആണ് x എന്ന് പറയുന്നത്. ഇതിൽ മിസ്സിന് ചെറിയൊരു തെറ്റുണ്ട്, ഇരട്ട അല്ല കേട്ടോ, ഒറ്റ സംഖ്യയാണ്. ഓട് എന്നാണ് കേട്ടോ, ഓട് എന്നാണ്. ഓക്കെ, ഒറ്റ സംഖ്യയാണ് കേട്ടോ, ഒറ്റ സംഖ്യ. അടുത്തടുത്ത 3 ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറയുന്നതാണ് കേട്ടോ 15 എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ആദ്യത്തെ ഒറ്റ സംഖ്യ x ആണെങ്കിൽ 3 ആണെങ്കിൽ അടുത്ത എന്തായിരിക്കും? 5 ആയിരിക്കും, പിന്നെ 7 ആയിരിക്കും അല്ലെ? 3നോട് 2 കൂട്ടിയത്, പിന്നെ 2 കൂട്ടിയാൽ 7 കിട്ടും. അപ്പൊ x + 2 x + 4. നോക്ക്, അപ്പൊ ആദ്യത്തെ സംഖ്യ 3 ആണേ അടുത്ത ആരായിരിക്കടാ? 5 ആയിരിക്കും. അടുത്ത ആരായിരിക്കും? 7 ആയിരിക്കും. 3ഉം 5ഉം 7ഉം കൂടെ കൂട്ടിയാൽ എത്രയാടാ കിട്ടുക? 15 ആണ് കിട്ടുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് വരിക. ദെൻ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഓഡ് നമ്പേഴ്സിനെ പോലെ ഈവൻ നമ്പേഴ്സ് വരും, അല്ലെങ്കിൽ കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയും. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1 2 3 4 5 അങ്ങനെ പോകുന്ന നമ്പേഴ്സ്, അതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കും കേട്ടോ. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾക്ക് അറിയെങ്കിൽ അടിപൊളിയായിട്ട് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ളത്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഈ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അത് സെറ്റാണ് കേട്ടോ. ദെൻ ഏത് പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വന്നു കഴിഞ്ഞാലും പുഷ്പം പോലെ ആൻസർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ ബൈ.